കോട്ടയം 4 മണിക്കാറ്റ് എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളായി കാണുന്നത്. കാരണം നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലമാണ്. പിന്നെ നല്ല കാറ്റും. അതിനാണ് ഈ 4 മണിക്കാറ്റെന്ന്. 4 മണിക്കാറ്റിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നല്ല കാറ്റ്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം 4 മണിക്കാറ്റ് കൊള്ളാൻ വേണ്ടി വരും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്, തട്ടുകടക്കാർ. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുക. നോക്കി എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറി കിടക്കുക. അടിപൊളി. ഇത് കോട്ടയം റൂട്ടാണ്. കോട്ടയം വള്ളം കളിക്ക് ഇറങ്ങുന്ന വള്ളത്തിൻ്റെ ഒരു ഡെമോ ആണ് വെച്ചിരിക്കുന്നത്. അടിപൊളി. ചിലപ്പോൾ താഴ്ച കാണും കേട്ടോ, സൂക്ഷിച്ചോണേ. നാല് മണിക്കാറ്റ് എന്ന സ്ഥലത്ത്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ 4 മണിക്കാറ്റെന്നാണ്. ധാരാളം ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുക. വെള്ളം ഈ മഴവെള്ളത്തിന് വെള്ളമായി കിടക്കുന്നു. അപ്പോൾ കഴിക്കാനൊക്കെ എന്തുണ്ട്? ആ, ഇത് ഇവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നോ? എവിടം വരെ വന്നു വെള്ളം? ഇന്നലെ കടയില്ലായിരുന്നു. ആ ശരി. അപ്പോൾ ഇപ്പം ഇന്നലെ രാത്രി കൊണ്ട് ഇറങ്ങിയതാണത്? ഓ അത് ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ എത്ര മണിക്കാണ് ഇവിടെ കട ഓപ്പൺ ആകുന്നത്? 2 മണിക്കാണ് നിങ്ങളെ കട ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? അല്ല, ഈ വെള്ളം മഴയൊക്കെ വന്നാലും കച്ചവടം നടക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? 4 മണി. ആ അവിടെയൊക്കെ ഉണ്ട് കച്ചവടം അല്ലേ? അപ്പോൾ ഇത് നിങ്ങളെന്താ ആഹാരങ്ങൾ ലൈവ് ഉണ്ടാക്കുവാണോ അതോ അതാ പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ആ അത് ശരി ശരി. പായസം ഏതാ പായസം? ആ ഇന്നില്ല. ഇതെന്തോ ഇത് സാധനം എന്തോ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. നമുക്ക് ഇതൊക്കെ നിങ്ങളൊക്കെ അറിയണ്ടേ, നാട്ടുകാരൊക്കെ അറിയണ്ടേ? ആ നിങ്ങളിങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നൊക്കെ അറിയുള്ളൂ. വേറെ ഇതൊരു പാടശേഖരമാണ്. പാടം ഒഴുക്കുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ അത് ഈ വെള്ളം മട വീണു വെള്ളം കയറിയിരിക്കുകയാണ്. നോക്കി ഇതൊക്കെ അക്കരെ പോകണമെങ്കിൽ വെള്ളം തന്നെയാണ്. ഈ മഴയത്തുണ്ടായതാണ് അല്ലേ? അല്ലെങ്കിൽ ഇത് പിന്നെ വെള്ളം താന്നിട്ട് നല്ല തറയായിട്ട് തന്നെ കിടക്കില്ല. ഈ അതിലൂടെ നടന്നൊക്കെ പോവുകയും ചെയ്യാം അല്ലേ? ഓ ശരി ശരി. ഈ മഴ സമയത്ത് ഈ റോഡിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഇത് കോട്ടയം കോട്ടയല്ലേ റൂട്ട്? കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ആ കോട്ടയം ഏറ്റുമാർ റോഡാണിത്. എന്താ നല്ല റോഡാണ്. കണ്ടാൽ പറയുക വെള്ളം കയറുമെന്ന്. പക്ഷേ ഒരു 10 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വെള്ളം ഈ റോഡിലേക്ക് പൊങ്ങിക്കയറും. പിന്നെ റോഡ് ബ്ലോക്കാവും. ഈ സ്ഥലത്തൊരു 4 മണി പോകും. 4 മണി. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ 4 മണിക്കാറ്റെന്നാണ്. 4 മണിക്കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ 4 മണിയാകുമ്പോൾ നല്ല കാറ്റാണ് ഇവിടെ അല്ലേ? കടകളും കമ്പോളങ്ങളും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാറ്റ് കൊള്ളാൻ വരുന്നു പല സ്ഥലത്തു നിന്ന്. കണ്ടത് ഇതെല്ലാം 4 മണിക്കാറ്റിന് വേണ്ടി വന്ന് കിടക്കുന്ന ആൾക്കാരാണ്. അടിപൊളിയായിട്ട് കിടക്കാതെ നല്ല 4 മണിയാകുമ്പോൾ നല്ല കാറ്റാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. എന്തുമാത്രം വണ്ടികളാണ് ഈ 4 മണിക്കാറ്റ് കാണാൻ വന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ 4 മണിക്കാറ്റെന്നാണ്. ഇത് കോട്ടയം ഏറ്റുമാർ റൂട്ട് അല്ലേ? ഓക്കെ. എന്താ
പിള്ളേർ കളിക്കുന്നുണ്ട്. അത് വെള്ളം പൊങ്ങിക്ക് കരയാണ്, നല്ല കരയായത്, നല്ല കര, നല്ല സൂപ്പർ കരയാ. പിള്ളേർ എൻ്റെ അത് കിടന്ന് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന ഒരു കള്ള് ഷാപ്പിൽ കയറി ഭക്ഷണം കഴിക്കാം. കള്ള് ഷാപ്പിലെ റിസോർട്ട് റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറി. ആ, ഈ ഷാപ്പിൻ്റെ പേരെന്താ? പാലമുറി റിസോർട്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്. അവിടെ എല്ലാം ഉണ്ട്, കള്ളുണ്ട്, പിന്നെ എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ട്, എല്ലാ ഭക്ഷണവും നമുക്ക് തരും. നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ ചെയ്തും തരും. അപ്പം ഞാൻ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നപ്പോൾ 2 കപ്പയും ഒരു മീൻകറിയും എല്ലാം കൂടെ വാങ്ങിച്ചു. ഞങ്ങളത് കാറിനകത്തിരുന്ന് കഴിക്കാനായിട്ട് പോവാം. കേട്ടാ നമ്മുടെ ഞണ്ട് അടിപൊളി ലൈറ്റുണ്ട്. ഞണ്ട് കറി, ഇത് ഞണ്ട് കറിയാണ്, അടിപൊളി. ആ, തലക്കറി ആയി വരുന്നേ ഉള്ളൂ. അപ്പം നീ എന്ന് പറയും. ഇപ്പം ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഷാപ്പൊന്നും പറയാം, റിസോർട്ടൊന്നും റെസ്റ്റോറൻ്റ് എന്നേ പറയത്തുള്ളൂ അല്ലേ. പാലമുറി ഷാപ്പിലെ അപ്പം അടിപൊളി. ഓക്കെ, അടിപൊളി എടുക്കാനാ. ഇത് മധുരക്കള്ളാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്.